നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലത്തെ ഒരു വ്ളോഗാണ് ഇത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി അടുക്കളയിലേക്ക് വന്നു. അടുക്കള ഫുള്ള് ഇരുട്ടാട്ടോ, ലൈറ്റൊക്കെ ഇട്ട് ഫ്രിഡ്ജിൻ്റെ ഇത് കണക്ഷൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രി നല്ല ഇടിമഴ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടായിരുന്നു ഇന്നലത്തെ, അതൊന്ന് ചൂടാക്കി എടുത്തു. ഇന്ന് രാവിലെ ദോശയ്ക്കാട്ടോ അരച്ച് വെച്ചാൽ, ഇന്നലെ അരച്ച് വെച്ചതാണ്. അതപ്പോൾ ഇന്ന് നമുക്ക് ചുട്ടെടുക്കാം. ഉഴുന്നും ഉലുവയൊക്കെ ഇട്ടിട്ടുള്ള കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്തതാട്ടോ മാവ്. ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ലേശം എണ്ണ തൂക്കി കൊടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ എണ്ണേൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ വാഴത്തണ്ട കേട്ടോ, വാഴയെന്ന് മുറിച്ചെടുത്തേ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി. ഉഴുന്ന് ദോശ ആയതുകൊണ്ട് അധികം ആർക്കും വേണ്ട, എല്ലാവർക്കും അരിദോശ അത്ര വലിയ പ്രിയമില്ല. ഗോതമ്പിൻ്റെയൊക്കെയാണ് രാവിലെ അധികം ഉണ്ടാക്കാറ്. ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി. ദോശയ്ക്ക് കറി ചട്നി അരക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ മോള് പറഞ്ഞു മീൻകറി മതിയെന്ന്. ഇന്നലെ ലേശം മീൻകറി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ, അത് കറിയാക്കി. അടുത്തായിട്ട് ഇനി അവളുടെ ബാഗ് പാക്കിംഗ് ആണ്. അവളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബാഗ് പാക്ക് ചെയ്യണം. അത് ടൈം ടേബിൾ നോക്കി എടുത്തു വെക്കണം. പിന്നെ ഇന്ന് അധികം ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല, പരീക്ഷയാണ് 2 ദിവസം കഴിഞ്ഞ്. അതുകൊണ്ട് 2-3 ടെസ്റ്റ് നോട്ടും മാത്രം മതിയായിരുന്നു. അപ്പോൾ ടൈം ടേബിൾ ഒന്നും നോക്കാതെയാണ് എടുത്തു വെച്ചത്. പിന്നെ ഇത് സ്നാക്സ് കൊണ്ടുപോകുന്നതാണ്. സ്നാക്സ് അധികം ഫ്രൂട്ട്സാണ് കൊണ്ടുപോകാറ്. ഈ പാത്രത്തിലേ അവൾ ഫുഡ് അധികം കഴിക്കാറുള്ളൂ സ്കൂളിൽ നിന്ന്. കാരണം ചോറിൻ്റെ കൂടെ കറി ഇടുന്നവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി അവളുടെ സ്നാക്സൊക്കെ റെഡിയാക്കി. ഇതിനൊക്കെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന നേരത്തുള്ള പ്രാർത്ഥനയാട്ടോ ഇത് എല്ലാ ദിവസവും ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാം കേട്ടോ. ലേശം അങ്ങ് നടക്കാനുണ്ട് വീട്ടിൽ നിന്ന്. അങ്ങനെ ഇവിടെയാണ് ബസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ ബസ് വരുന്നില്ല. ഞാൻ മുൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മാഹി കനാലിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര ചെളിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ബസ് ഇല്ലായിരുന്നു. ബസ് കുറച്ച് അങ്ങോട്ട് ആ കാണുന്ന വഴി വരെ നടക്കണമായിരുന്നു. രാവിലെ തന്നെ ചെളി കളിക്കും കേട്ടോ ആൾ. അങ്ങനെ അവളെ കൊണ്ടാക്കി ഞാൻ വീട്ടിലെത്തിയേ. ഇനി കുറച്ച് നേരം എക്സസൈസ് ചെയ്യണം, ഒരു അരമണിക്കൂർ. തടി അല്ലാണ്ട് കൂടിയിട്ടുണ്ട്, 69 കിലോയൊക്കെ ആയി. ഇങ്ങനെ എക്സസൈസും വർക്കൗട്ടും ഫുഡ് കൺട്രോളിംഗ് ഒക്കെ ആയി. ഇപ്പോൾ ഞാൻ 57ലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എക്സസൈസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇനി എക്സസൈസ് ചെയ്തിട്ട് കാണാം കേട്ടോ. അങ്ങനെ എക്സസൈസൊക്കെ കഴിഞ്ഞു. നന്നായി വേർത്തിട്ടുണ്ട്. നല്ലോണം വേർക്കണം എന്നാണ് പറയുന്നത്. നന്നായി വേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് പെട്ടെന്ന് നന്നായിട്ട് വേർക്കും കേട്ടോ. അങ്ങനെ ഇനി അടുത്ത് ഞാൻ അടുക്കളയിലേക്ക് പോയി വെള്ളം കുടിക്കാൻ. ഇത് ചിയാ സീഡാണ്. ചിയാ സീഡ് ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ രാവിലെ കുടിക്കാറ്. അല്ലെങ്കിൽ ഇഞ്ചിയോ നാരങ്ങയോ വെള്ളം ചൂടുവെള്ളത്തിലാക്കിയിട്ട്, അല്ലെങ്കിൽ വെറും ചൂടുവെള്ളം, എല്ലാം കുടിച്ചുകൊണ്ട് ഞാൻ നേരെ തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിൽ നട്ട കുറച്ച് പച്ചക്കറികളുണ്ടായിരുന്നു. കാന്താരി മുളക്, അങ്ങനെ പിന്നെ പാവൽ. പച്ചക്കറിത്തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ട് പാവലൊക്കെ വള്ളി കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ വൺ, ചീരച്ചേമ്പ്. ഇതിന് കിഴങ്ങുണ്ടാവില്ല, ചേമ്പിൻ്റെ ഇലയും തണ്ടുമാണ് ഉപ്പേരി വെക്കുക. ക്യാൻസറിനൊക്കെ മരുന്നാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കര, ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടയാട്ടോ ഇതൊക്കെ. പിന്നെ 1-2 ചെടികളുണ്ടായിരുന്നു. വെള്ളം ഒഴിക്കണമെന്ന് പോയി നോക്കാനാണ് പോയത്. നോക്കുമ്പോൾ ഇന്നലെ മഴ പെയ്തുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. പനിക്കൂർക്കയൊക്കെയാണ്, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ മിറ്റടിക്കൽ, നല്ല വിശാലമായ മിറ്റാണ്, അങ്ങനെ പരന്ന് കിടക്കുന്നത്. ചരലിട്ടുകൊണ്ട് അധികം ചെളിയില്ല, പക്ഷെ നല്ല കരികിലുണ്ട്. വീടിൻ്റെ ചുറ്റും മുറ്റുണ്ട് കേട്ടോ. അങ്ങനെ ഈ മാവാണ് നമുക്ക് പണി തരുന്നത്. ഈ മാവിൻ്റെയാണ് ഈ എല്ലാ ഇലകളും ഇങ്ങനെ വീഴുന്നത്. പക്ഷേ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി എടുത്താൽ മതി. അധികം ചെളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമാണ് മുറ്റടിക്കാനും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നിന്നൊരു സാധനം. ഇതാണ് നമ്മുടെ ചൂല്. ഇത് കുറച്ച് തേഞ്ഞ് പോയിട്ടോ, 5-6 മാസമായിട്ട് അടിക്കാൻ തുടങ്ങിയോണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ബുഷാക്കിയിട്ട് നടന്നൊരു തരം ചെടിയാട്ടോ. ഇത് ഞാൻ വയനാട്ടിൽ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതെന്താന്ന്. ഇത് ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇനി അടിക്കാൻ പോകുന്ന ഇത് അലട്ടാന്ന് പറഞ്ഞിട്ട്, ഇതൊരു ചെടിയാണേ. ഈ ചരലടിക്കാൻ ഇതാട്ടോ സുഖം. ഇവിടുത്തെ കവുങ്ങിൻ്റെ പട്ടയാണ്, അതുകൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഇത്. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, അലട്ടാന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ദോശയും കുറച്ച് മീൻകറി എടുത്തിട്ടുണ്ട്, തണ്ണിമത്തനും. അതായത് ഫുഡ് കുറച്ച് കൺട്രോൾ ആയതുകൊണ്ടാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത്. എപ്പോഴൊന്നും കഴിക്കാറില്ല, കിട്ടുമ്പോൾ കഴിക്കാറുണ്ട്. പിന്നീട് എടുക്കാൻ മടിയായതുകൊണ്ട് കേട്ടോ എല്ലാം ഒരുമിച്ച് വെച്ച്. പിന്നെ ഒരു പാൽച്ചായയും. അങ്ങനെ രാവിലത്തെ ഇത് കഴിഞ്ഞു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.